കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നടന്നാ മതി. അല്ലാതെ എല്ലാ പ്രാവശ്യം പോലെ അവസാന നിമിഷം കൈവിട്ട് പോരുത്. പൃഥ്വി ടെൻഷൻ ആവാതെ. ഇത്തവണ ആ ദുർഗയുടെയും കിരണിന്റെയും യഥാർത്ഥ മുഖം പൂർണിമേച്ചിക്ക് ബോധ്യാവും പൃഥ്വി. ഞാൻ കാണുമ്പോ എല്ലാം കഴിഞ്ഞിരുന്നു. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കുന്ന ഒരേ ഒരാളാ കൊച്ചായിരുന്നു. അതും ഇവരൊക്കെ ഉണ്ടെങ്കിൽ മിണ്ടില്ല. അമ്പലത്തിൽ വെച്ച് സൂപ്പർ മാർക്കറ്റിൽ വരുമ്പോഴൊക്കെ ഒന്ന് സംസാരിക്കാൻ പറ്റും. ആ സമയത്ത് ഒരുപാട് മിണ്ടും. പാവമായിരുന്നു. അതിനെ ഈ മഹാഭാവികളെല്ലാം കൂടി കൊന്നു കളഞ്ഞു. പേടിച്ചിട്ടാ സാറ് അന്ന് പോലീസിനോടൊന്നും പറയാതിരുന്നത്. ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസുകാരൻ ഇവരുടെ ആളുകളാണെന്ന് എനിക്കറിയായിരുന്നു. അയാള് മുൻപ് ഇവിടെ വന്നു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയൊക്കെ തെളിവുകൾ മതിയോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് പിടിവലി നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. ആ റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ CI നടത്തിയ ശ്രമങ്ങളും ഫേക്ക് റിപ്പോർട്ട് വെച്ചതും എല്ലാം തെളിവായി തന്നെയുണ്ട്. നിങ്ങളെ സഹായിച്ച CIയും കൂട്ടുപ്രതിയായി ഉണ്ട്. അപ്പോ ഇനി എല്ലാവർക്കും ഒരുമിച്ച് ജയിലിൽ കഴിയാം. നടക്കടോ. തന്നോടല്ലോട് പറഞ്ഞു നടക്കാൻ. നടക്കങ്ങോട്ട്. സീതമ്മ, കിരൺ, ഒടുവിൽ അവർക്ക് ശിക്ഷ കിട്ടിയല്ലോ. ഭാഗ്യം. ആ പാവം പെൺകുട്ടിയുടെ കണ്ണുനീര് ഈശ്വരൻ കാണാതെ പോവില്ല പൂർണിമ. തെറ്റ് ചെയ്തവര് എത്ര വലിയ ഉന്നതരായാലും ശിക്ഷിക്കപ്പെടും എന്നതിന്റെ തെളിവാണ് ഈ അറസ്റ്റ്. ഇവരെ പോലുള്ള ക്രിമിനൽസിന് മുന്നറിയിപ്പായി അർഹിക്കുന്ന ശിക്ഷ തന്നെ വേണം അവർക്ക് കൊടുക്കാൻ എന്നാണ് എന്റെ അഭിപ്രായം. സത്യം പറഞ്ഞ ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്തതില് ഒരു വലിയ പങ്ക് ദുർഗയ്ക്കും കിരണിനും ഉള്ളതാ. തുടക്കം മുതലേ ഉള്ള അവരുടെ ഇടപെടൽ ക്രിമിനൽസിനെ കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതെ, മനസ്സിൽ നന്മയുള്ളവരവര്. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വിഷമത്തിൽ പങ്കുചേരാനും അവരെ സഹായിക്കാനും മനസ്സ് കാണിക്കുന്നത്. അതെ, അവരുടെ ഈ നല്ല മനസ്സിന് ദൈവം എന്നെങ്കിലും അവർക്ക് ഒരു നല്ല ജീവിതം കൊടുക്കും.
എന്താ പൃഥ്വി? എന്തു പറ്റി? നമ്മൾ തോൽപ്പിക്കാൻ ശ്രമിക്കും തോറും ആ ദുർഗയും കിരണും സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുക. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ആ വിനീത കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തതിന് ക്രെഡിറ്റ് പൂർണിമ ചേച്ചിയും അച്ഛനും കൊടുക്കുന്നത് ദുർഗയ്ക്കും കിരണുമാ. ഹും. പൂർണിമ ചേച്ചിക്കും പൃഥ്വിയുടെ അച്ഛനും ഒക്കെ കിരണും ദുർഗയാണല്ലോ ഹീറോസ്. സ്വന്തം മകന് പോലും ആ വാല്യൂ ഇല്ല. മോനെ, നീ വിഷമിക്കാതെ. ആ ദുർഗ അല്ലെങ്കിൽ ഒരു ചിക്കാരി ശംഭു. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാ. എന്താ എന്തു പറ്റി? എന്താ ഞാൻ അറിയാത്തൊരു പ്ലാനിങ്? ഞങ്ങൾ ആ ദുർഗയുടെയും കിരണിന്റെയും കാര്യം പറയായിരുന്നു. ഷോ, ആ നാശങ്ങൾ കാരണം ഈ വീട്ടിൽ മനസമാധാനം ഇല്ലാത്ത അവസ്ഥയാണല്ലോ. ഇങ്ങനെ പോയാലേ ശരിയാവില്ല. ആ കിരണിനെയും ദുർഗയും എന്നേക്കുമായി ഇവിടെ നിറക്കി വിടണം. അതിനൊരു വഴി കണ്ടെത്തണം. അതിന് ഏറ്റവും നല്ല വഴി ഇപ്പൊ നമ്മുടെ കൈ തന്നെ ഉണ്ടല്ലോ. അവര് കല്യാണം കഴിച്ചിട്ടില്ലെന്നും നുണ പറഞ്ഞ എല്ലാവരെയും പറ്റിക്കുകയാണെന്നും പൂർണിമയെ ബോധ്യപ്പെടുത്താൻ പറ്റിയ പൂർണിമയ്ക്ക് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? അതെ, അത് തന്നെയാ നല്ലത്. ആ, ദുർഗയും കിരണും നുണ പറയില്ല എന്ന് പറയുന്ന ചേച്ചിക്ക് ഇത് നല്ലൊരു തിരിച്ചടിയായിരിക്കും. പക്ഷെ നമ്മളത് വെറുതെ എന്ന് പറഞ്ഞാൽ ചേച്ചി ഒരിക്കലും അത് വിശ്വസിക്കില്ല. പൂർണിമ വിശ്വസിക്കുന്ന രീതി തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കണം. കാര്യങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ നടന്നാ മതി. അല്ലാതെ എല്ലാ പ്രാവശ്യം പോലെ അവസാന നിമിഷം കൈവിട്ട് പോരുത്. പൃഥ്വി ടെൻഷൻ ആവാതെ. ഇത്തവണ ആ ദുർഗയുടെയും കിരണിന്റെയും യഥാർത്ഥ മുഖം പൂർണിമേച്ചിക്ക് ബോധ്യാവും പൃഥ്വി. അതിനൊരു ഐഡിയ ഞാൻ പറയാം. എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഞങ്ങളോട് എന്തിനാ വിനോദം നന്ദി പറയുന്നത്? നമ്മൾ ചെയ്തത് നമ്മുടെ ജോലിയല്ലേ. പ്രദീപിനെ പോലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയല്ലേ നമ്മളൊക്കെ ഈ യൂണിഫോം അണിഞ്ഞിരിക്കുന്നത്. അത് ജേഡി പറയുന്നത് ശരിയാ. പക്ഷേ ഒരു പോലീസ് ഓഫീസർ ആയിരുന്നിട്ട് പോലും എന്റെ പെങ്ങൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ എനിക്ക് സാധിച്ചിരുന്നില്ലല്ലോ. വിഷമിക്കാതെ. വിനോദിന്റെ സ്ഥാനത്ത് നിന്നല്ലേ ഞങ്ങളതൊക്കെ ചെയ്തത്. അതെ, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ കേരളത്തിലാണ്. വിനീതയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടാകുന്നു എന്നത് ശരിക്കും സങ്കടം തന്നെയാ.